നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ചോറ്റാനിക്കര ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിലെ അതിപ്രശസ്തമായ മകം തൊഴലിനെ കുറിച്ചുമുള്ള വീഡിയോയാണിത്. കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ചോറ്റാനിക്കരയിലുള്ള പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമാണിത്. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചി നഗരഹൃദയത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ തെക്കുകിഴക്ക് മാറി തൃപ്പൂണിത്തുറ പട്ടണത്തിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ ചോറ്റാനിക്കരയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ മഹാക്ഷേത്രം. ജഗദീശ്വരിയായ ആദിപരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ചോറ്റാനിക്കര അമ്മ എന്ന് അറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിന് ഇവിടെ പ്രത്യേക പ്രാധാന്യം വരുന്നു. കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട്. പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് തന്മൂലം കീഴ്ക്കാവ് എന്ന് അറിയപ്പെടുന്നു. ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇക്കാരണത്താലാണ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത്. 3 പ്രധാന ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവതിയെ പ്രധാനമായും ആരാധിക്കുക. അതിനാൽ 3 രീതിയിലുള്ള അലങ്കാരവും 3 രീതിയിലുള്ള പ്രത്യേക പൂജയും ഇവിടുത്തെ പ്രത്യേകതയാണ്. വെള്ള വസ്ത്രത്തിൽ അലങ്കരിച്ച് വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയെ പ്രഭാതത്തിലും, ചുവന്ന വസ്ത്രങ്ങൾ അലങ്കരിച്ച് ശ്രീ ഭദ്രകാളിയായി ഉച്ചയ്ക്കും, നീലവസ്ത്രത്തിൽ അലങ്കരിച്ച് ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു. കൂടാതെ സമ്പത്തിന്റെ ഭഗവതിയായ മഹാലക്ഷ്മിയായും ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതിയായും സങ്കല്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഭഗവതിയുടെ പ്രധാനപ്പെട്ട 5 ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കരയമ്മയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത്. മാനസിക രോഗങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും തീരാത്ത ദുഃഖങ്ങളും ചോറ്റാനിക്കരയമ്മ പരിഹരിക്കുമെന്നാണ് വിശ്വാസം. തന്മൂലം ദുരിതമനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ എത്താറുണ്ട്. പുരാതന കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര. ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കേരളീയ ക്ഷേത്രവും ചോറ്റാനിക്കരയാണ്. ചോറ്റാനിക്കരയിൽ മേൽക്കാവ്, കീഴ്ക്കാവ് എന്നിങ്ങനെ 2 ക്ഷേത്രങ്ങൾ ഉണ്ട്. മേൽക്കാവാണ് പ്രധാന ക്ഷേത്രം. കീഴ്ക്കാവ് പ്രധാന ക്ഷേത്രത്തിന്റെ താഴെയായി സ്ഥിതി ചെയ്യുന്നു. ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ. ഇവിടെയാണ് ഗുരുസി പൂജ എന്ന പ്രസിദ്ധമായ വഴിപാട് നടത്താറുള്ളത്. കീഴ്ക്കാവിലേക്ക് പോകാനായി മേൽക്കാവിൽ നിന്ന് അനേകം പടികളുള്ള വഴിയുണ്ട്. ബ്രഹ്മാവ്, ശിവൻ, ഗണപതി, ധർമ്മശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ജ്യേഷ്ഠാ ഭഗവതി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. ഇവരിൽ ശാസ്താവിന് ഈ ക്ഷേത്രത്തിൽ പ്രത്യേകം പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നു. ചോറ്റാനിക്കര ഭഗവതിയുടെ തിരുമകനും കാവൽക്കാരനും ആണിവിടെ ശാസ്താവ്. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വിശേഷമാണ് വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ 41 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലം. ശബരിമല യാത്രയിലെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര. ഈ ദിവസങ്ങളിൽ ക്ഷേത്രനടയിൽ അയ്യപ്പൻ പാട്ട് പതിവാണ്. ഭഗവതിയുടെ അംഗരക്ഷകന്റെ ഭാവമാണ് ശാസ്താവിന് ഇവിടെ. അതിനാൽ ശബരിമല തീർത്ഥാടകർ ഇവിടം ധാരാളമായി സന്ദർശിക്കാറുണ്ട്. കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 9 ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന മകം, പൂരം തൊഴലുകളുമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി, വിദ്യാരംഭം, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എന്നിവ ഇവിടെ വിശേഷ ദിവസങ്ങളാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രമുള്ളത്. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം. രാവിലെ 3 മണിക്ക് നിയമവെടി, തുടർന്ന് 7 തവണ ശംഖുവിളിയും
പിന്നാലെ തവിലും നാദസ്വരവും ഉപയോഗിച്ചുള്ള പള്ളിയുണർത്തലും ഉണ്ടാകും. അതിനുശേഷം 4 മണിക്ക് നട തുറക്കുന്നു. നിർമാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ്. തുടർന്ന് അഭിഷേകവും നിവേദ്യവും. മൂലവിഗ്രഹം രുദ്രാക്ഷശില കൊണ്ടുള്ളതായതിനാൽ ജലാഭിഷേകം മാത്രമേ സാധിക്കൂ. മറ്റ് അഭിഷേകങ്ങൾക്ക് ഒരു അർച്ചനാബിംബമുണ്ട്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ആദ്യം ഭഗവതിക്ക് നിവേദ്യം സമർപ്പിച്ചത് ചിരട്ടയിലായതുകൊണ്ട് ഇവിടെ ചിരട്ടയിലാണ് രാവിലെ നിവേദ്യം. പിന്നീട് 4:30-ക്ക് ഉഷപൂജയും 5:30-ക്ക് എതിരേറ്റുപൂജയും നടത്തുന്നു. ഇവയ്ക്കിടയിൽ 5 മണിക്ക് ശിവന്റെ നടയിൽ ധാരയുമുണ്ട്. എതിരേറ്റുപൂജ കഴിഞ്ഞാൽ 6:30-ക്ക് ഉഷശീവേലി. തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം സമർപ്പിക്കുന്നത് ഭഗവതി നേരിട്ട് കാണുന്നു എന്നതാണ് ഇതിനു പിന്നിലുള്ള അർത്ഥം. ശീവേലി കഴിഞ്ഞാൽ 8 മണിയോടെ പന്തീരടി പൂജയും അഭിഷേകങ്ങളും നടത്തുന്നു. അതുകഴിഞ്ഞാൽ 11 മണിക്ക് ശിവന്റെ നടയിൽ വീണ്ടും ധാരയാണ്. 11:30-ക്ക് ഉച്ചപൂജ. ഉച്ചപൂജയ്ക്ക് ശേഷം ഉച്ചശീവേലി. ശീവേലിക്കുള്ള അതേ ചടങ്ങുകളാണ് ഇതിനും. തുടർന്ന് 12:30-ക്ക് നട അടയ്ക്കുന്നു. വൈകിട്ട് 4 മണിക്ക് വീണ്ടും നട തുറന്ന് അതത് ദിവസത്തെ സൂര്യാസ്തമയമനുസരിച്ചാണ് ദീപാരാധന. 7:30-ക്ക് അത്താഴ പൂജയും 8 മണിക്ക് അത്താഴ ശീവേലിയും കഴിഞ്ഞാൽ 8:30-യോടെ മേൽക്കാവിൽ നടയടയ്ക്കുന്നു. അതിനുശേഷം കീഴ്ക്കാവിൽ ഗുരുതി പൂജ തുടങ്ങും. ശാക്തേയ പൂജാവിധികളാണ് ഗുരുതി പൂജയ്ക്കുള്ളത്. വാഴ കൊണ്ട് തോരണം കെട്ടി അലങ്കരിച്ച് അതിനുശേഷം മേൽശാന്തി വന്ന് പ്രത്യേക പൂജകൾ നടത്തുന്നു. തുടർന്ന് ഗുരുതി തർപ്പണം തുടങ്ങുന്നു. ഇത് കണ്ടു തൊഴാൻ ധാരാളം ഭക്തരുണ്ടാകും. ബാധോപദ്രവമുള്ളവർ ഈ സമയമാകുമ്പോൾ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങുന്നത് ചോറ്റാനിക്കരയിലെ പതിവു കാഴ്ചയാണ്. ഇത് സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് സൂചിപ്പിച്ചത്. വിശേഷ ദിവസങ്ങളിലും കൊടിയേറ്റുത്സവം, നവരാത്രി, തൃക്കാർത്തിക, വിഷു, ഓണം, ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങൾ, സൂര്യചന്ദ്രഗ്രഹണമുള്ള ദിവസങ്ങൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടാകും. ക്ഷേത്രത്തിന്റെ തന്ത്രാധികാരം തൃപ്പൂണിത്തുറ, എളവള്ളി, പുളിയന്നൂർ മനകൾക്കാണ്. ഇവർ ഓരോ വർഷവും മാറി മാറി പ്രവർത്തിക്കുന്നു. ചോറ്റാനിക്കരയിൽ നവരാത്രിയിൽ 9 ദിവസവും അതീവ വിശേഷമാണ്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഉണ്ടാകും. നവരാത്രി ഉത്സവത്തിനിടയിൽ ദുർഗാഷ്ടമി നാളിൽ നടന്നുവരുന്ന പവിഴമല്ലിത്തറ മേളം പ്രസിദ്ധമാണ്. നിരവധി പ്രസിദ്ധ വാദ്യ കലാകാരന്മാർ ഇതിന് അണിനിരക്കാറുണ്ട്. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ പ്രധാന ആട്ടവിശേഷങ്ങളാണ് കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന കൊടിയേറ്റുത്സവവും അതിനോടനുബന്ധിച്ചുള്ള മകം, പൂരം തൊഴലുകളും. ധ്വജാതി മുറയ്ക്കനുസരിച്ചുള്ള ഉത്സവമാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ഉത്സവത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ശുദ്ധിക്രിയകൾ നടത്തുന്നു. രോഹിണി നാളിൽ രാത്രിയിലാണ് കൊടിയേറ്റം നടക്കുന്നത്. തുടർന്നുള്ള 9 ദിവസം ചോറ്റാനിക്കര ക്ഷേത്രം ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിയും. ധാരാളം താന്ത്രിക ചടങ്ങുകളും കലാപരിപാടികളും ഈ ദിവസത്തിൽ ക്ഷേത്രത്തിൽ അരങ്ങേറാറുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയെഴുന്നള്ളിപ്പുകളും ആറാട്ടുമാണ്. കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ ഉത്സവകാലത്ത് നിത്യേന ആറാട്ടുണ്ടാകാറുണ്ട്. ചോറ്റാനിക്കരയിലും ഇത് പതിവാണ്. കൊടിയേറ്റത്തിന് മുൻപും ഇവിടെ ആറാട്ടുണ്ടാകും. ഉത്സവ നാളുകളിൽ ഭഗവതി അംഗരക്ഷകന്റെ സ്ഥാനം അലങ്കരിക്കുന്ന ധർമ്മശാസ്താവിനോടൊപ്പം പരിസരത്തെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും എഴുന്നള്ളുന്നു. വീട്ടുകാരും നാട്ടുകാരും നിറപറയും നിലവിളക്കുമായി ഭഗവതിയെയും ശാസ്താവിനെയും സ്വീകരിക്കുന്നു. എല്ലായിടത്തും ഇറക്കിപ്പൂജയും ഉണ്ടാകും. മകം, പൂരം ദിവസങ്ങൾക്കു ശേഷം ഉത്രം നാളിൽ അടുത്തുള്ള മുരിയമംഗലം ക്ഷേത്രക്കുളത്തിൽ നടക്കുന്ന വലിയ ആറാട്ടിനു ശേഷം കൊടിയിറക്കുന്നു. അത്തം നാളിൽ കീഴ്ക്കാവിൽ വലിയ ഗുരുതിയും കൂടി നടക്കുന്നതോടെ ഉത്സവം പരിസമാപ്തിയിലെത്തുന്നു. പ്രസിദ്ധമായ മകം തൊഴൽ 7-ാം ദിവസമാണ്. വില്വമംഗലം സ്വാമിയാർ കീഴ്ക്കാവിലമ്മയെ പ്രതിഷ്ഠിച്ചതും അദ്ദേഹത്തിന് ലക്ഷ്മി നാരായണ ദർശനമുണ്ടായതുമായി പറയപ്പെടുന്ന ഈ പുണ്യദിനത്തിൽ പ്രഭാത പൂജകൾ കഴിഞ്ഞ് നടയടച്ചാൽ ഉച്ചയ്ക്ക് 2 മണിക്കു തന്നെ നട തുറക്കും.
വില്വമംഗലത്തിന് ദർശനം നൽകിയ ഭാവത്തിലാണ് അന്ന് ദർശനം. മകം തൊഴുന്നത് സർവമംഗളകരമാണെന്നാണ് വിശ്വാസം. സർവാഭരണ വിഭൂഷിതയായി ദിവ്യവസ്ത്രങ്ങളും ദിവ്യായുധങ്ങളും ധരിച്ചു നിൽക്കുന്ന ഭഗവതിയെ ദർശിച്ച് അന്ന് ഭക്തർ തൃപ്തിയടയുന്നു. ഈ സമയത്ത് ഭക്തരുടെ പ്രത്യേകിച്ച് വൻ തിരക്കായിരിക്കും. സർവൈശ്വര്യങ്ങളും സർവാഭീഷ്ടങ്ങളും സാധിക്കുന്ന അന്നേ ദിവസം ദേവിയെ കണ്ടു തൊഴുന്നത് വളരെയധികം പുണ്യമാണെന്നാണ് വിശ്വാസം. ചോറ്റാനിക്കരയമ്മയെ തൊഴുത് പ്രാർത്ഥിച്ചാൽ തീരാത്ത ദുരിതങ്ങളില്ല എന്നും മനഃശാന്തിയും കുടുംബസൗഖ്യവും കൈവരും എന്നും വിശ്വസിക്കുന്നു. സ്ത്രീകൾക്കാണ് മകം തൊഴലിന് പ്രത്യേകതയുള്ളതായി പറയുന്നത്. പൂരം തൊഴൽ മകത്തിന് പിറ്റേന്ന് പൂരം നാളും പൗർണമിയും ചേർന്നു വരുന്ന ദിവസവും അതിവിശേഷമാണ്. പൂരം തൊഴൽ പുരുഷന്മാർക്ക് ഐശ്വര്യകരമാണെന്നാണ് വിശ്വാസം. അന്ന് ചോറ്റാനിക്കരയ്ക്ക് സമീപത്തുള്ള മറ്റു ക്ഷേത്രങ്ങളിലെ മൂർത്തികളെല്ലാവരും ചോറ്റാനിക്കരയിൽ എഴുന്നള്ളുന്നു. ഇവരെല്ലാവരും ഒന്നിച്ച് നിരവധി ഗജവീരന്മാരോടൊപ്പമുള്ള പൂരം എഴുന്നള്ളത്ത് വിശേഷമാണ്. അതിനാൽ പൂരം തൊഴുന്നത് മകം പോലെ തന്നെ സർവമംഗളകരമാണ് എന്നാണ് വിശ്വാസം. ചോറ്റാനിക്കരയമ്മമാർ മേൽക്കാവ് ഭഗവതി, കീഴ്ക്കാവ് ഭദ്രകാളി, ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ധർമ്മശാസ്താവ്, കുഴിയേറ്റ് ശിവൻ, തുളുവൻകുളങ്ങര മഹാവിഷ്ണു, ഓണക്കുറ്റിച്ചിറ ഭഗവതി, എടാട്ട് ഭഗവതി, കർത്തക്കാട്ട് ഭഗവതി എന്നിവരാണ് ഈ എഴുന്നള്ളത്തിൽ അണിനിരക്കുന്നത്. ചോറ്റാനിക്കരയിൽ നവരാത്രിയിൽ 9 ദിവസവും അതീവ വിശേഷമാണ്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടാകും. നവരാത്രി ഉത്സവത്തിനിടയിൽ ദുർഗാഷ്ടമി നാളിൽ നടന്നുവരുന്ന പവിഴമല്ലിത്തറ മേളം പ്രസിദ്ധമാണ്. നിരവധി പ്രസിദ്ധ വാദ്യ കലാകാരന്മാർ ഇതിന് അണിനിരക്കാറുണ്ട്. കുറച്ചു കാലമായി ഇതിന് പ്രാമാണ്യം വഹിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര നടനായ ജയറാമാണ്. വിജയദശമി ദിവസം ആയിരക്കണക്കിന് കുരുന്നുകൾ ഇവിടെ വിദ്യാരംഭം കുറിക്കുന്നു. മൂകാംബിക സരസ്വതി സാന്നിധ്യമുള്ള ക്ഷേത്രമായതിനാൽ ചോറ്റാനിക്കരയിലെ വിദ്യാരംഭം കൊല്ലൂർ മൂകാംബികയിലേതുപോലെ അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ 41 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലം മറ്റൊരു പ്രധാന വിശേഷമാണ്. ചോറ്റാനിക്കരയിൽ പ്രധാന ഉപദേവനായ ധർമ്മശാസ്താവിന് അതീവ പ്രാധാന്യമുണ്ട്. ചോറ്റാനിക്കര ഭഗവതിയുടെ തിരുമകനും കാവൽക്കാരനുമാണിവിടെ ശാസ്താവ്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വൻ തിരക്കായിരിക്കും. ഈ ദിവസങ്ങളിൽ ക്ഷേത്രനട പതിവിലും അരമണിക്കൂർ നേരത്തെ തുറക്കും. ശബരിമല ദർശനത്തിനു പോകുന്ന നിരവധി ഭക്തർ ഈ സമയത്ത് ചോറ്റാനിക്കരയിലും എത്താറുണ്ട്. ശബരിമല യാത്രയിലെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര. ഈ ദിവസങ്ങളിൽ ക്ഷേത്രനടയിൽ അയ്യപ്പൻ പാട്ട് പതിവാണ്. മണ്ഡലകാലത്തു തന്നെ വരുന്ന ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ഉത്സവമാണ് തൃക്കാർത്തിക. ഭഗവതിയുടെ ജന്മദിനമായി കണക്കാക്കപ്പെടുന്ന തൃക്കാർത്തിക ചോറ്റാനിക്കരയിൽ ഇത് 3 ദിവസത്തെ ആഘോഷമാണ്. പ്രധാന ദിവസമായ കാർത്തിക കൂടാതെ അടുത്ത ദിവസങ്ങളിലും രോഹിണി, മകേര്യം എന്നിവയ്ക്കും ആഘോഷിച്ചു വരുന്നു. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടാകും. തൃക്കാർത്തിക ദിവസം രാവിലെ അഖണ്ഡനാമജപം തുടങ്ങുന്നു. ഭഗവതിയെ മകം തൊഴുന്ന ദിവസത്തിലെ പോലെ തന്നെ മനോഹരമായി അണിയിച്ചൊരുക്കിയിട്ടുണ്ടാകും. ഉച്ചയ്ക്ക് ഭക്തർക്ക് പിറന്നാൾ സദ്യ നൽകുന്നു. അന്ന് സന്ധ്യയ്ക്കാണ് കാർത്തിക വിളക്ക്. ക്ഷേത്രത്തിലെ ദീപസ്തംഭങ്ങളും വിളക്കുമാടവും ദീപങ്ങളാൽ അലങ്കൃതമാകുന്നു. ഇതേ സമയത്ത് ക്ഷേത്രമതിലകത്ത് പലയിടത്തും ചിരാതുകൾ കത്തിച്ചു വച്ചിട്ടുണ്ടാകും. ഈ സമയത്തെ ദീപാരാധന വിശേഷമാണ്. അതിനുശേഷം 51 കുത്തുവിളക്കുകളുടെയും 5 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടെ ചോറ്റാനിക്കരയമ്മ എഴുന്നള്ളുന്നു. നിരവധി ഭക്തരാണ് ഇത് കാണാനായി ക്ഷേത്രത്തിലെത്തുന്നത്. രോഹിണി, മകേര്യം ദിവസങ്ങളിൽ കാര്യമായ ആഘോഷങ്ങളൊന്നുമില്ലെങ്കിലും കാർത്തിക ദിവസം പോലെ അപ്പോഴും വിളക്കുകൾ ഉണ്ടാകും. ഈ അവസരങ്ങളിൽ ചെണ്ടമേളമാണ് അകമ്പടി സേവിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഇവയോടൊപ്പം വെടിക്കെട്ടുമുണ്ടാകും. തൃക്കാർത്തിക ദിവസത്തെ ഭഗവതി ദർശനം സർവ അനുഗ്രഹദായകമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തൃക്കാർത്തികയ്ക്കും മകം തൊഴലിനു ചാർത്താറുള്ള അതേ സ്വർണ്ണഗോളകയാണ് ചാർത്താറ്. മകം തൊഴാൻ സാധിക്കാത്തവർ കാർത്തിക തൊഴാൻ എത്തുന്നതും കാണാം.
ചൊവ്വ വെള്ളി ദിവസങ്ങൾ വിശേഷിച്ച് മലയാള മാസത്തിലെ ആദ്യത്തെ ചൊവ്വയും വെള്ളിയും, പൗർണമി, അമാവാസി ദിവസങ്ങൾ, എല്ലാ ഇംഗ്ലീഷ് മലയാള മാസങ്ങളിലെയും 1-ാം തീയതി, എല്ലാ മാസവും കാർത്തിക, മകം നക്ഷത്രങ്ങൾ, ജന്മനക്ഷത്ര ദിവസം തുടങ്ങിയവയും ക്ഷേത്രത്തിൽ ദർശനത്തിന് ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഭക്തജനത്തിരക്കുണ്ടാവാറുണ്ട്. ശിവന് ഞായറാഴ്ച, തിങ്കളാഴ്ച, പ്രദോഷവ്രതം, ശിവരാത്രി, ധനുമാസ തിരുവാതിര തുടങ്ങിയ അവസരങ്ങളിൽ വിശേഷാൽ പൂജകളുണ്ടാകാറുണ്ട്. ഗണപതിക്ക് വിനായക ചതുർത്ഥി ദിവസം അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഉണ്ടാകാറുണ്ട്. നാഗദൈവങ്ങൾക്ക് എല്ലാ മാസവും ആയില്യം നക്ഷത്രത്തിൽ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും പതിവാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഐതിഹ്യ കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി.